ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പം ഷെഫ് നളനെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ അല്ലെങ്കിൽ വെറ്ററനായിട്ട് നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ ആണല്ലോ. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് തുടങ്ങിക്കൂടാ, ഞങ്ങൾക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ അറിയാം, ഞങ്ങൾക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നൊക്കെ ചിന്തിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് പലർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും മെനു എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു മെനു എഞ്ചിനീയറിംഗും അതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേണും ഒക്കെ എങ്ങനെയായിരിക്കും? നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആദ്യം ഒരു ഷെഫിനെ കൺസൾട്ടൻ്റ് ആയിട്ട് വയ്ക്കുക. അതാണ് ഫസ്റ്റ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഷെഫിനെ കൺസൾട്ടൻ്റ്, അത് പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഉള്ള, നിങ്ങളിപ്പോൾ ഒരു കോടി രൂപയാണ് അല്ലെങ്കിൽ 50 ലക്ഷം രൂപയാണ് നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാതെ 5 ലക്ഷം രൂപ നിങ്ങളെ ഷെഫിന് കൊടുക്കും. നിങ്ങൾ 1 മാസം 2 മാസം കൊണ്ട് കാശ് തിരിച്ചുണ്ടാക്കും. ആ ഷെഫ് നിങ്ങൾക്ക് പറഞ്ഞു തരും എത്ര ടേബിള്, എത്ര ചെയർ, ആ ടേബിളിനനുസരിച്ച് എങ്ങനെ കിച്ചൻ്റെ പ്രൊഡക്ടിവിറ്റി ഏത് ലിമിറ്റ് വരെ, കിച്ചൺ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യേണ്ടത്, അവിടെ എത്ര അവൻ വേണം, അല്ലെങ്കിൽ എത്ര ഗ്രിൽ പാൻസ് വേണം, ഇതെല്ലാം അവർ ലിസ്റ്റ് ഇട്ടത്. അത് ബേസ് ചെയ്തിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ ബേസ് ചെയ്ത് നമുക്കൊരു മെനു ഉണ്ടാവും. വലിച്ചുവാരിയല്ല, ലിമിറ്റഡ് മെനു. ആ മെനു നമ്മൾ കറക്റ്റായിട്ട് നമ്മളും കൂടെ പഠിച്ചു വയ്ക്കുക. നമുക്കും കൂടെ ഈസി. ഇപ്പം നമുക്ക് സൗത്ത് ഇന്ത്യൻ ടേസ്റ്റ് ആണുള്ളതെങ്കിൽ നമ്മൾ കേരളീയൻ മെനു പഠിച്ചു വയ്ക്കുക. നമുക്ക് ഇംഗ്ലീഷ് ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു വയ്ക്കുക. നമ്മൾ അറിവില്ലാണ്ട് ഒരു കാര്യത്തിലെടുത്ത് ചാടരുത്. ഇവിടെ പല മുതലാളിമാർക്കും ഏറ്റവും വലിയൊരു ആഗ്രഹം റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ പറയും എൻ്റെ കൺസൾട്ടൻസി ചാർജ് 5 lakh ആണ്, ഇല്ലെങ്കിൽ ഞാനൊരു ഡിസ്കഷന് പോകുന്നതിന് 20-25,000 ചാർജ് ചെയ്യും. ഞാൻ പറയാറുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ കേരളത്തിൽ മാത്രം 10 കൊല്ലം കൊണ്ട് സമ്പാദിച്ചത് താങ്കൾക്ക് ഞാൻ 10 മിനിറ്റിൽ തരികയാണ്. ഞാനൊരു പ്രശസ്തനായ ഒരു ലോയർ അടുത്ത് ചോദിച്ചു, നിങ്ങൾ 40 സെക്കൻഡിന് 40,000 രൂപ വാങ്ങിക്കുന്നല്ലോ, 40 വർഷം ഉഴപ്പിപ്പാ. അതെ, സുമ്മാവാ. 10 വർഷം കൊണ്ട് നമുക്ക് പറ്റിയതൊന്നും താങ്കൾക്ക് പറ്റാതിരിക്കാനാണ് നോക്കുക. ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്റ്റിനെ വിളിക്കും, അയാൾ പറയും ഇതിലേക്കൂടെ പൂ വരണം, അതിലേക്കൂടെ ആനയുടെ വെള്ളം വരണം, ഇതെല്ലാം കൂടെ ചെയ്ത് കുറെ 10-25-50 ലക്ഷം രൂപ മുടക്കി കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവുന്ന ഇതിൻ്റെ ഡ്രെയിനേജ് പണിഞ്ഞിട്ടില്ല, വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് ചെയ്തിട്ടില്ല, വാട്ടർ ഫിൽട്ടറിങ് ശരിയായിട്ടില്ല. അപ്പോൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഏത് റെസ്റ്റോറൻറ്റിൻ്റെയും ആത്മാവ് വീട് പോലെ തന്നെ അതിൻ്റെ അടുക്കളയാണ്. നിങ്ങൾ അടുക്കളയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്ര ചെയ്യാൻ പറ്റും, 50,000 പെർ ഡേ, 1 ലക്ഷം പെർ ഡേ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ടേബിൾ അറേഞ്ച്മെന്റിലേക്ക് വരുന്നത്. ഇപ്പോൾ പലയിടത്തും ഞാൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഒക്കെ വലിയ റെഫ്രിജറേറ്ററും കോൾഡ് ഫ്രീസറൊക്കെ ചെയ്യുന്നതാണ്. ഒരു കാര്യമില്ല. നമ്മൾ നോക്കേണ്ടത് നമുക്കൊരു ശരാശരി 50,000 എങ്ങനെ എത്താം, ഇതിനെ ബേസ് ചെയ്തിട്ട് ടേബിള് മതിയാവൂ. അപ്പോൾ ആ ഒരു ഷെഫ് കൺസൾട്ടൻസി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇല്ലേ, നിങ്ങളെ സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞ് ആ കിസീനുമായിട്ട് കണക്ട് ചെയ്ത്, ഇപ്പം കോണ്ടിനെൻ്റൽ ഷെഫിനെ വിളിച്ചിട്ട് കേരള കിസീൻ്റെ മെനു ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇല്ലെങ്കിൽ മൾട്ടി ക്വിസീൻ ചെയ്യുന്ന ഷെഫന്മാരുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ചു മതി. അവർക്കും ബിസിനസ് പരമായി റിസൾട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഇപ്പം 1 കിലോ ബീഫ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ 800 ഗ്രാം ആവും. കറക്റ്റ് അല്ലേ? ഒരു പോർഷൻ 150 ഗ്രാം വെച്ച് കൊടുക്കുന്നതെന്ന് കരുതുക. ഇതിൽ ബാക്കിയുള്ള സ്ഥലത്താണ് എല്ല്, ജവ്, കൊഴുപ്പ്. 80 രൂപ കാണും. ഇങ്ങനെ മാന്തി അതിൽ നിന്ന് ഒരു 2 പീസ് എടുത്ത് തന്നിട്ട്, എന്തൊരു പൊറോട്ടയും ബീഫാന്ന് പറയും. അത് വേവിക്കുന്നത് മൊത്തം പശുവിൻ്റെ കൊഴുപ്പിട്ടിട്ടാണ്. അതുകൊണ്ടാണ് ഭയങ്കര ടേസ്റ്റ് ഫീൽ ചെയ്യുന്നത്. ആ പൊറോട്ടയിലൊക്കെ ഇങ്ങനെ മഞ്ഞ കളറിൽ നെയ്യ് പോലെ പിടിച്ചിരിക്കും. കൈ കഴുകുമ്പോൾ സോപ്പിട്ട് കഴുകണം. ഇതിലും ഭേദം വിഷം വാങ്ങിച്ച് തിന്നൂടെ അല്ലേ? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഫുഡ് ടേബിളിൽ വരുമ്പോൾ അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മെനു ക്ലെൻസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു, നല്ല 1 കിലോ മീറ്റ് വാങ്ങിക്കണമെങ്കിൽ, ബഫല്ലോ മീറ്റ് വാങ്ങിക്കണമെങ്കിൽ 450 രൂപ, 800 ഗ്രാമേ കിട്ടും. 6 പ്ലേറ്റ് 7 പ്ലേറ്റ് കഷ്ടിച്ച് കൊടുക്കാം. എങ്ങനെ 50 രൂപയ്ക്ക് വിൽക്കും? മുതുകാട് സാറിന് പോലും പറ്റത്തില്ല. നമ്മൾ ഫുഡ് കഴിക്കുമ്പം നമ്മൾ 200 രൂപ കൊടുത്താൽ, നമ്മൾ 150 രൂപ കൊടുത്താൽ വർത്തായിട്ടുള്ള, ജനറലി വർത്തായിട്ടുള്ള സാധനം കിട്ടുന്നുണ്ടോ? കൈ സോപ്പിട്ട് കഴുകേണ്ട അവസ്ഥയാവുന്നുണ്ട്. ചില ബിരിയാണിയൊക്കെ തിന്നു കഴിഞ്ഞാൽ 501 ബാർ സോപ്പിട്ട് കഴുകണം. ശരിക്കും ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര. എന്നിട്ട് അന്നത്തെ ദിവസം മൊത്തം 10 ലിറ്റർ വെള്ളം കുടിക്കണം. ഇതൊന്നും ആർക്കും ഒരു പരാതിയില്ല. 60 രൂപയ്ക്ക് ബിരിയാണി കിട്ടി. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ഇത്രയും ഇലക്ട്രിസിറ്റി ബില്ലും ഇതെല്ലാം വെച്ചിട്ട് ഇദ്ദേഹത്തിന് അത് കൊടുക്കാൻ പറ്റും. പലയിടത്തും 3 രൂപ കടയുണ്ട്. ഞാൻ താങ്കൾക്ക് കടയിട്ട് തരാം, താങ്കൾക്ക് 3 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ യൂസ്ഡ് ഓയിലുകൾ വരും. നിങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ ഇതിൻ്റെ ഹൈജീനെ പറ്റിയും ചിന്തിച്ചു. അപ്പം ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന വ്യക്തിത്വങ്ങൾ ചെറിയ ചെറിയ ടക്ക് ഷോപ്പുകൾ തുടങ്ങും. ഇപ്പോൾ അയാളെ 1 കോടി രൂപ ഉണ്ട്, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അയാൾ 5 എണ്ണം തുടങ്ങണം.
ചെറിയ ടക്ക് ഷോപ്സ് തുടങ്ങണം. അപ്പോൾ ഈ ഓരോ ഏരിയയിൽ ഇത് കവർ ചെയ്യാൻ പറ്റും. യെസ്. എന്നിട്ട് അതിനകത്ത് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ, ഇപ്പോൾ താങ്കൾ ഈ കേർട്ടനെയും കണ്ടു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കംപ്ലീറ്റ് ഗ്ലാസ്സിൽ പേപ്പർ ഒട്ടിക്കാൻ തന്ന കൊട്ടേഷൻ 50,000 രൂപയാണ്. 8,000 രൂപയ്ക്കാണ് ഞാൻ കേർട്ടൻ ഇട്ടേക്കുന്നത്. 42,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. യെസ്, അതും നല്ല ക്രിയേറ്റീവായിട്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ മാറി ചിന്തിക്കുന്ന വ്യക്തിത്വങ്ങളുമായിട്ട് നമ്മളൊരു 25 ലാഖിൻ്റെ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു 15 ലക്ഷം രൂപയ്ക്കകത്ത് വർക്ക് തീർത്ത് 10 ലക്ഷം രൂപ ബാക്കപ്പ് ഫണ്ടായിട്ട് വെച്ച് അതിന് ബ്ലോഗിങ് കാര്യങ്ങൾ, അതിൻ്റെ മാർക്കറ്റിങ്, അതിൻ്റെ ബ്രാൻഡ് വാല്യൂ കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഓതൻറ്റിക് ആയിട്ടുള്ളതെന്ന് പറയുന്നത് നിങ്ങൾ ഷെഫും നിങ്ങളെ കോമി സ്റ്റാൻഡേർഡ് നിങ്ങളെ കിച്ചൻ്റെ സ്റ്റാഫുകളാണ് നിങ്ങളെ ബിസിനസ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിലൊന്ന് നിങ്ങളായിരിക്കണം. നമുക്കറിയണം അല്ലേ? അറിയാം. ഇപ്പോൾ 1 കിലോ ബീഫ് പോയി, 2 കിലോ ബീഫ് പോയി, ഇത് നിങ്ങൾ പഠിക്കണം. അതിപ്പോൾ എൻ്റെ അക്കാഡമിയിലാണെങ്കിലും എവിടെ ആണെങ്കിലും റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 3 മാസം വന്ന് കുറച്ച് പൈസ എനിക്ക് തന്ന് നിങ്ങളത് പഠിക്കണം. ആ പൈസ നിങ്ങൾക്ക് തന്നെ ലാഭം ഉണ്ടാവും. ഒരു ഹ്യൂജ് ലോസിൽ നിന്ന് കരകയറാം. ഇല്ല, അപ്പോൾ ഒന്നേ നിങ്ങൾ തുടങ്ങണമെന്ന് തീരുമാനിക്കും, ഇല്ലേ തുടങ്ങണ്ട തീരുമാനിക്കും. യെസ്. അപ്പോൾ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് റീസൈക്കിൾ ബിന്നും മറ്റേതും പറഞ്ഞ കമ്പ്യൂട്ടറിനെ പറ്റിക്കുന്നതാണ്. പറ്റിക്കത്തില്ല. നിങ്ങൾക്ക് ഫുഡ് വേസ്റ്റ് എന്താണ്, വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, 1 കിലോ ബിരിയാണി റൈസിൽ എത്ര ബിരിയാണി വെക്കാൻ പറ്റും, ഇപ്പോൾ 4 ടേബിള് അല്ലെ 10-12 ടേബിൾ വരുന്നു, ഇപ്പോൾ 4 ടേബിളിന് ഒരു സർവീസ് ബോയ്, 12 ടേബിളിന് 3 സർവീസ് ബോയ്, 3 സർവീസ് ബോയ്ക്ക് ഒരു റണ്ണർ, മനസ്സിലായില്ലേ? ഒരു റണ്ണറിന് 2 ഹെൽപ്പർ. ഇങ്ങനൊരു ഫോർമുലയുണ്ട് ഇതിന്. യെസ്. ഈ ഫോർമുല വെച്ച് വർക്ക് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. ഇതിപ്പം ബാക്കിയുള്ള വലിയ വലിയ പ്രസ്ഥാനങ്ങളെല്ലാം രക്ഷപ്പെടുന്നതിൻ്റെ റീസൺ അവർ അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അതെ, അതെ. ഇപ്പോൾ പല ഫ്രാഞ്ചൈസിക്കും കൂടെ 1 കോടി രൂപയാണ്. അത് കൊടുത്ത് ഒരാൾക്കാർ ആ ഫ്രാഞ്ചൈസി എടുക്കുന്നത് ആ സ്റ്റാഫ് മാനേജ്മെന്റിന്റെ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടാണ്. അവരുടെ അടുത്ത് ചെന്നിട്ട് പൈസ ഇല്ല, എനിക്ക് കടം തരണമെന്നില്ല, അവരപ്പോഴും പെട്ടിയും കടക്കെടുത്ത് പോകും. അല്ലേ? ഹ്യൂജ് ബ്രാൻഡ്സ് ആരും നിൽക്കത്തില്ല. അപ്പം നമുക്ക് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകണം. ഇപ്പോൾ 1 വർഷം 2 വർഷത്തോളം നമുക്ക് സമയമെടുക്കും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ. പിന്നെ ഇവിടെ വേറൊരു മണ്ടത്തരം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റ് അങ്ങോട്ട് തുടങ്ങും, എന്നിട്ട് വലിയ താരങ്ങളെ കൊണ്ടുവന്ന് ഇനോഗ്രേറ്റ് ചെയ്യും. നിങ്ങൾ പ്രിപ്പയർഡ് ആണോ? നിങ്ങൾ ആദ്യം ഒരു സോഫ്റ്റ് ഓപ്പണിങ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആണ്. എന്നിട്ട് താരങ്ങളെ വിളിക്കുക. ഈ വരുന്നവരാരും നിങ്ങളെ കാണാനോ നിങ്ങളെ ഭക്ഷണം കഴിക്കാനോ അല്ല, ആ താരത്തിനെ കാണാനാണ്. അവരുടെ ബ്രാൻഡ് വാല്യൂ കൂട്ടാൻ 25 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപ കൊടുത്തത്. നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ കൂട്ടുന്ന താരങ്ങളെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. അവർ നിങ്ങളുമായിട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം, നിങ്ങളുമായിട്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. നിങ്ങളുടെ ബിസിനസ് രക്ഷപ്പെടുന്നു എന്ന് പറയണം. ഈ എത്രയോ റെസ്റ്റോറൻറ്റുകൾ തുറന്ന താരങ്ങളുണ്ട് ഇവിടെ. അത് പൂട്ടിയിട്ടൊന്ന് അന്വേഷിച്ചിട്ട് പോലും എനിക്കറിയില്ല. അത് അവരുടെ നൺ ഓഫ് ദിയർ ബിസിനസ് ആക്ച്വലി. പക്ഷെ നിങ്ങൾ ബ്രാൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ആൾക്കാരെ കൂടെ നിർത്തുക. അത് സിനിമാ താരമായാലും ശരി, ഷെഫന്മാരായാലും ശരി, ആരായാലും ശരി. നാളെ ഒന്ന് വിളിച്ചാൽ ഫോൺ എടുക്കണം, ഒരു സംശയം ചോദിച്ചാൽ വേണം. ഇടയ്ക്കൊന്ന് വന്ന് അവർക്ക് വലിയ ചിലവൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ 25 ലാഖ് കൊടുത്തൊരു സെലിബ്രിറ്റിയെ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊടുത്ത് ഒരു ക്രിസ്മസ് സമയത്ത് ഒരു വിസിറ്റ് കൂടെ അടിച്ച് ഈ റെസ്റ്റോറൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. എൻ്റെ കാഴ്ചപ്പാടുള്ളതൊക്കെയാണ്. ഞാനിപ്പോൾ ഏത് റെസ്റ്റോറൻറ്റാണ് ഞാൻ വിളിച്ച് അന്വേഷിക്കും, മക്കളെ എങ്ങനെ പോകണ്ട, അടിപൊളിയാണോ, ഇന്ന കാര്യം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ തുറന്നൊരു നമ്മൾ വിളക്കെത്തിച്ച് കൊടുത്തൊരു സ്ഥാപനം രക്ഷപ്പെട്ട് പോകണമെന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. പിന്നെ നമ്മൾ പറയാതെ കേൾക്കാതെ പോയിട്ട് ചാണാക്കുഴി ചെന്ന് വീണാൽ നമുക്കൊന്നും ചെയ്യാം.